So, hi friends, welcome back to Widget Master Venom 3 The Last Dance. തീർച്ചയായിട്ടും ഈ ഒരു സിനിമയെ പറ്റി ഇപ്പോൾ കൂടുതൽ പേർക്കും അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാൻസ് ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അധികം ഹൈപ്പില്ലാതെ എന്നാൽ അധികം വാർത്തകൾ പുറത്തു വരാതെ പുറത്തിറങ്ങാൻ പോകുന്ന ഒരു വെനം സിനിമ തന്നെയാണ്. അഥവാ വെനത്തിൻ്റെ തേർഡ് പാർട്ടാണ് വെനം 3 The Last Dance. പേര് പറയുന്നത് പോലെ തന്നെ ഒരു പരിധിവരെ സോണിയുടെ സ്പൈഡർ യൂണിവേഴ്സിലെ അവസാനത്തെ വെനം സിനിമ. സോ അതോടെ തന്നെ നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത് ഈ ഒരു സിനിമയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സോ അതോടെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് തുടങ്ങാൻ പറ്റും. നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ അതിൽ കാണുന്നെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ എനേബിൾ ചെയ്യുക. ഞാനിപ്പോൾ പുതിയ വീഡിയോ നിങ്ങൾ നോട്ടിഫിക്കേഷനാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വെനം 3 The Last Dance. പേര് പറയുന്നത് പോലെ തന്നെ ഇത് വെനം ഫ്രാഞ്ചൈസിയിലെ അവസാനത്തെ സിനിമ തന്നെയാകാനാണ് ചാൻസ് കൂടുതൽ. ഈ ഒരു സിനിമയ്ക്ക് ശേഷം എഡി ബ്രോക്ക് വെനമായിട്ട് വരാനുള്ള ചാൻസ് ഇല്ല എന്ന് തന്നെ നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ടോം അത് ഏറെക്കുറെ പറഞ്ഞ് അവസാനിപ്പിച്ചതുമാണ്. ഇനിയൊരു വെനമായിട്ട് പുള്ളിക്കാരൻ സ്പൈഡർ വേഴ്സിൽ വരാൻ ചാൻസ് ഇല്ല. എന്നാൽ പോലും വെനം തീർച്ചയായിട്ടും മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരും. സീക്രട്ട് വേഴ്സിലൂടെ വെനത്തിനെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള പ്ലാൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു കഥാപാത്രം ജീവനോടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സീക്രട്ട് വേഴ്സിൽ വന്നേ മതിയാവും. അപ്രകാരമായിരിക്കും തീർച്ചയായിട്ടും മാർവലിൻ്റെയും അതേപോലെ തന്നെ സോണിയുടെയും ഇടയിലുള്ള കോൺട്രാക്റ്റ്. ഇനി ഈ ഒരു സിനിമയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ ഇപ്പോൾ വളരെയധികം മുൻപോട്ട് പോയിരിക്കുന്നു. വളരെയധികം മുൻപോട്ട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വരാൻ പോകുന്ന ആഴ്ച ഈ സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അധികം ഹൈപ്പുകളോ അധികം വാർത്തകളോ ഇല്ലാതിരുന്നൊരു സിനിമ ഇപ്പോൾ ട്രെയിലർ വരെ എത്തിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും സിനിമ വളരെയധികം ലോ ഹൈപ്പിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നോ അല്ലെങ്കിൽ വലിയ മാർക്കറ്റിങ്ങുകൾ നടത്തിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ പോലും സിനിമയുടെ ട്രെയിലർ ഇപ്പോൾ ഈ വരാൻ പോകുന്ന ആഴ്ച പുറത്തിറങ്ങും. കൂടുതൽ പേരും പറയുന്ന പ്രകാരം നാളെ തിങ്കളാഴ്ച ആയിട്ടാണ് സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങാൻ പോകുന്നത്. എത്രമാത്രം കറക്റ്റാണ് എന്നതിനെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എങ്കിൽ പോലും ഈ ആഴ്ച തന്നെ ട്രെയിലർ പുറത്തിറങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോണിയുടെയും മറ്റൊരു സിനിമയായിട്ടുള്ള ബാഡ് ബോയ്സ് ഇപ്പോൾ പുറത്തിറങ്ങാനുള്ള എല്ലാ വക്കിലും തന്നെയാണ്, അഥവാ തിയേറ്ററിൽ റിലീസാകാൻ പോകുക തന്നെയാണ്. സോ അതോടെ തന്നെ ആ ഒരു സിനിമയുടെ പ്രൊമോഷൻ അടിസ്ഥാനത്തിൽ ഈ ഒരു ട്രെയിലർ പുറത്തിറക്കുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഈ ഒരു സിനിമയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വില്ലൻ കഥാപാത്രം ആരാണോ എന്നതിനെ പറ്റി ഒരു ഐഡിയ ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് മനസ്സിലായത് പ്രകാരം ഈ ഒരു സിനിമയിൽ സ്പൈഡർമാനെ അവർ ഉൾപ്പെടുത്താനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അഥവാ നമ്മൾ ലാസ്റ്റ് വെനത്തിനെ കണ്ടിരുന്നത് സ്പൈഡർമാൻ നോ വേ ഹോമിലൂടെയാണ്. സ്പൈഡർമാൻ നോ വേ ഹോമിൻ്റെ ആ ഒരു ക്ലൈമാക്സ് പോർഷൻ അഥവാ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നമ്മൾ കണ്ടിരുന്നതാണ് നമ്മുടെ വെനം അവിടെ നിന്നും അഥവാ ആ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആ ഒരു യൂണിവേഴ്സിൽ നിന്നും മാഞ്ഞുപോയി ശേഷം തൻ്റെ യൂണിവേഴ്സിൽ തന്നെ തിരികെ എത്തുന്നു. എന്നാൽ ഇതേ അവസരത്തിൽ വെനത്തിന് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, അഥവാ തൻ്റെ ഹൈവ് മൈൻഡിലൂടെ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഫ്യൂച്ചറിൽ താൻ മരിക്കുകയാണ് എങ്കിൽ അത് തീർച്ചയായിട്ടും സ്പൈഡർമാൻ്റെ കൈകൊണ്ടാകും എന്നുള്ളതിൻ്റെ പേര് തന്നെ ഏറെക്കുറെ ആ ഒരു ഐഡിയ ലഭിച്ചു എന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇത് മാത്രമല്ലാതെ ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് മറ്റൊരു കാര്യം കൂടി പറയേണ്ടിയിരിക്കുന്നു. അടുത്ത സ്പൈഡർമാൻ്റെ സിനിമ അഥവാ നമ്മുടെ ടോം ഹോളണ്ടിൻ്റെ അടുത്ത സ്പൈഡർമാൻ്റെ സിനിമയിൽ വെനം ഉണ്ടാകുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് ഈ വെനമല്ല, മറിച്ച് ആ ഒരു സിനിമ അഥവാ നോ വേ ഹോമിൻ്റെ ക്ലൈമാക്സ് പോർഷൻ നമ്മൾ കണ്ടിരുന്നതാണ്. വെനത്തിൻ്റെ ഒരു ചെറിയ പീസ് അവിടെ വീണിരുന്നു. ആ ഒരു പീസിലൂടെ അത് മറ്റൊരു വെനമായിട്ട് മാറുക തന്നെ ചെയ്യും. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം തന്നെയാണ്. ആ ഒരു കല പിടിച്ചുകൊണ്ടാണ് അടുത്ത സ്പൈഡർമാൻ്റെ സിനിമ വരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഥവാ നമ്മുടെ ടോം ഹോളണ്ട് വെനമാകുന്നു, അതും ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം. ഏറെക്കുറെ സ്പൈഡർമാൻ 3 അഥവാ നമ്മൾ ടോബി മാഗുവയറിൻ്റെ സ്പൈഡർമാൻ 3യിൽ കണ്ടതുപോലെയുള്ള ഒരു കഥ. ശേഷം നമുക്ക് ഇനി വെനം വേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്പൈഡർ വേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വെനം അഥവാ സ്പൈഡർ വേഴ്സിലെ വെനം മനസ്സിലാക്കുന്നു തൻ്റെ മരണം സ്പൈഡർമാൻ്റെ കൈകൊണ്ടാണ് എന്ന്, അഥവാ പീറ്റർ പാർക്കറിൻ്റെ കൈകൊണ്ടാണ് എന്ന്. ശേഷം തൻ്റെ യൂണിവേഴ്സിൽ തിരികെ എത്തിയതിനു ശേഷം ആ ഒരു സ്പൈഡർമാനെ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരിക്കും വെനമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം സിനിമയുടെ കഥ ആ ഒരു രീതിയിലാണ് മുൻപോട്ട് പോകുന്നതെന്നും ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത്തരത്തിൽ വരുമ്പോൾ ഈ യൂണിവേഴ്സിൽ അഥവാ സോണിയുടെ സ്പൈഡർ വേഴ്സിലെ സ്പൈഡർമാൻ ഒരു കുഞ്ഞായിരിക്കുമെന്നും അഥവാ ഒരു 10 വയസ്സുള്ള കുട്ടിയായിരിക്കുമെന്നും ഈ ഒരു കഥാപാത്രത്തിന് വേണ്ടി ഒരു 10 വയസ്സുള്ള കഥാപാത്രത്തിനെ കാസ്റ്റ് ചെയ്തുവെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ശേഷം ഈ ഒരു കുട്ടിയെ കൊല്ലാനുള്ള ശ്രമത്തിലായിരിക്കും നമ്മുടെ വെനമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇതിനിടയിലായിട്ട് പഴയ വില്ലന്മാരെല്ലാം തിരികെ വരും. ക്രാവിൻ്റെ ഹണ്ടർ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നതിനെ പറ്റി ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു. സിനിമയുടെ ട്രെയിലർ വന്നു എന്നാൽ പോലും പിന്നീട് ഒരു അപ്ഡേറ്റുകളും ലഭിച്ചിരുന്നില്ല. എന്നാൽ ഈ ഒരു സിനിമയിലൂടെ അത്തരത്തിലുള്ള ചില കാര്യങ്ങളും നമ്മൾ കാണും. അഥവാ ക്രാവിൻ്റെ ഹണ്ടറിൻ്റെ സിനിമ വരുന്നതിന് മുൻപായിട്ട് പല കാര്യങ്ങളും കാണും. ശേഷം സിനിമയും പുറത്തിറങ്ങും. ഇപ്പോൾ ഇത്തരത്തിലാണ് വെനം 3യുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഥവാ വെനം ദ ലാസ്റ്റ് ഡാൻസ്. പേര് പറയുന്നത് പോലെ തന്നെ ഈ ഒരു കഥാപാത്രത്തിൻ്റെ മരണം ഈ ഒരു സിനിമയിൽ കാണാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കിപ്പോൾ എന്ത് വേണമെങ്കിലും പറയാൻ സാധിക്കും. അഥവാ സ്പൈഡർമാൻ ഈ ഒരു കഥാപാത്രത്തിനെ നേരിട്ട് കാണുന്നു. സോ അതോടെ തന്നെ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് പൊതുവേ അത് അത്തരത്തിൽ തന്നെയാണ് അവസാനിക്കാറും. ആരുടെയെങ്കിലും മരണത്തിൽ നമ്മുടെ സ്പൈഡർമാൻ എന്തായാലും മരിക്കാൻ ചാൻസ് ഇല്ല, അഥവാ കുഞ്ഞ് സ്പൈഡർമാൻ. സോ അതോടെ തന്നെ വരുന്ന കഥാപാത്രത്തിന് കൃത്യമായിട്ടുള്ള ഒരു ക്ലൈമാക്സ് അഥവാ ആ ഒരു യൂണിവേഴ്സിലെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു ക്ലൈമാക്സ് നമുക്ക് ഈ ഒരു സിനിമയിലൂടെ പ്രതീക്ഷിക്കാൻ സാധിക്കും. അതേസമയം ആ ഒരു യൂണിവേഴ്സിൽ മറ്റൊരു സ്പൈഡർമാനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഇതിലൂടെ അവർക്ക് ചാൻസ് ഉണ്ട്, അഥവാ ഇതിലൂടെ അവർക്ക് സാധിക്കുകയും ചെയ്യും. ഫ്യൂച്ചറിൽ മറ്റൊരു കഥാപാത്രം സ്പൈഡർമാനായിട്ട് വന്നു കഴിഞ്ഞാൽ പോലും
അതാരും ചോദ്യം ചെയ്യുകയുമില്ല. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്രമാത്രമാണ് ഈ ഒരു സിനിമയെ പറ്റി നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ എന്തെങ്കിലും കാത്തിരിക്കാം കൂടുതൽ വിവരങ്ങൾക്കായിട്ട് തന്നെ. സോ അതോടെ തന്നെ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. സോ അതോട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ ഒപ്പം ഉദ്ദേശിക്കുന്ന വീഡിയോ കമന്റ് ബോക്സിൽ പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻറ്റസിയും പ്ലോട്ട്സ് ഇവിടെ കമന്റ് ബോക്സിൽ പെടുത്താം. ഇതിൻ്റെ എപ്പിസോഡ് നമുക്ക് ഡീറ്റെയിൽ ക്ലിയർ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രതീക്ഷയോടെ എൻ്റെ ഒരു യോ വാച്ചിങ് വിഡ്ജറ്റ് മാസ്റ്റർ.